പെരിയാറിന് പിന്നാലെ ഇരുമ്പനം ചിത്രപ്പുഴയിലും മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജലവിഭവ വകുപ്പിന്റെ റിപ്പോർട്ട്. കമ്പനികൾ പെരിയാറിലേക്ക് അനധികൃതമായി രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. കടമ്പ്രയാറിന്റെ കൈവഴിയായി ഒഴുകുന്ന ചിത്രപ്പുഴയിൽ ഇന്ന് ഉച്ചയോടെയാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങാനുള്ള കാരണം ഇനിയും വ്യക്തമല്ല. അതേസമയം പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വ്യവസായ വകുപ്പിനെയും മലിനീകരണ നിയന്ത്രണ ബോർഡിനെയുമാണ് ജലവിഭവ വകുപ്പ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടി സ്വീകരിക്കും. കർഷകർക്ക് സഹായം ഉറപ്പാക്കുമെന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. ലാബിൽ ഫിഷറീസ് കുഫോസിന്റെ ലാബിൽ സെൻട്രൽ ലാബിലേക്ക് ചത്ത മത്സ്യങ്ങളുടെ ഇത് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമാണെങ്കിൽ കുറെ കൂടി ഉയർന്ന തലത്തിലുള്ള അന്വേഷണം വേണ്ടി വരുമോ, അത്തരം കാര്യങ്ങൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കും. മത്സ്യ കർഷകർക്കുണ്ടായ നഷ്ടം അവന് ഈ റിപ്പോർട്ടിൽ വരുന്ന ശുപാർശകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യമാകുന്ന നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുന്നത് പരിഗണിക്കും. സംഭവത്തിൽ കുഫോസിലെ വിദഗ്ധ സമിതി പരിശോധന ആരംഭിച്ചു. മത്സ്യക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ പാതാളം റെഗുലേറ്ററി ബ്രിഡ്ജ് തുറക്കുന്നതിനായി പുതിയ പ്രോട്ടോകോൾ തയ്യാറാക്കും. സാമ്പത്തിക ബാധ്യത അനുഭവിക്കുന്ന മത്സ്യ കർഷകരുടെ നഷ്ടം നികത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ആവശ്യപ്പെട്ടു. 24 കൊച്ചി.